എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചിന്തിക്കാൻ പോകുന്ന അതിപ്രധാനമായൊരു വചനഭാഗം 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ 45 തൊട്ട് 47 വരെ തിരുലിഖിതങ്ങളാണ്. 1 സാമുവേൽ 17:45-47. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും. നിൻ്റെ തല ഞാൻ വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്ക് ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കട്ടെ. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനഭാഗം അച്ഛന് വളരെയധികം സന്തോഷം തരുന്നൊരു വചനഭാഗമാണ്. ഈ ഒരു വചനഭാഗം നമ്മൾ എല്ലാവരും ധ്യാനിക്കേണ്ടതാണ്. ഇവിടെ 2 പ്രധാന ആളുകൾ നിൽക്കുകയാണ്. ഒന്ന് ദാവീദ്, 2 ഗോലിയാത്ത്. ഇതിൻ്റെ സംഭവ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഫിലിസ്ത്യർ ഇസ്രായേൽക്കാരെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അവർ യുദ്ധത്തിന് വരികയാണ്. ഫിലിസ്ത്യരുടെ പ്രധാന ഒരു ആശ്രയം അവരുടെ മല്ലനായ ഗോലിയാത്താണ്. 9 അടി ഉയരം, 9-10 അടി ഉയരം. എന്താ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കുന്തത്തിന് തന്നെ ഒരു മരത്തിൻ്റെ ഉയരമുണ്ട്. അത്രയും വലിപ്പമുള്ള കുന്തം. പിന്നെ മാർച്ചിട്ട് ഇതെടുക്കാൻ വേണ്ടി 3 വലിയ ആളുകൾ എടുത്ത് നടക്കണം. ഒരാളെടുത്ത പൊങ്ങാത്ത സാധനങ്ങളൊക്കെയാണ് ആയുധങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത്. അത്രയും ഭീകരനായ വലിയ ഗോലിയാത്ത് എന്ന മല്ലൻ, ജയൻ്റ് എന്ന് പറയുന്നത്, ജയൻ്റ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ജയൻ്റ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്ന് ഈ ഇസ്രായേൽ ജനങ്ങളെയും ഇസ്രായേൽ സേനകളെയും ഇസ്രായേലിൻ്റെ ദൈവത്തെയും ഇങ്ങനെ അവഹേളിക്കും, ചീത്ത വിളിക്കും, പുച്ഛിക്കും. അപ്പോൾ ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ ജനങ്ങളും എന്ത് ചെയ്യുമെന്നറിയാവോ? അതാണ് 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം. 1 സാമുവേൽ 17:23. അപ്പോൾ ഇവർ വെല്ലുവിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാവോ? ഇന്ന് വെല്ലുവിളിക്കുന്ന സമയത്ത് 17:23-24. അപ്പോൾ എന്ത് ചെയ്യും? ഫിലിസ്ത്യ മല്ലന്മാർ മുമ്പോട്ട് വന്ന് മുമ്പത്തെ പോലെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു. ഗോലിയാത്തിനെ കണ്ടപ്പോൾ എന്താ ചെയ്തത്? ഇസ്രായേലർക്ക് ശക്തി കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ സേന അവർ വീര്യം പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേല്യർ, അത് സൈന്യമായാലും ജനങ്ങളായാലും, അവരെല്ലാം ഭയചകിതരായി, വിറച്ച്, കാൽമുട്ടുകൾ വിറച്ച് അവർ ഭയന്ന് ഓടി എന്നാണ് പറയുന്നത്. ഭയന്ന് ഓടി, ഭയചകിതരായി, കാൽമുട്ടുകൾ കൂട്ടിയടിച്ച്, കാറ്റത്ത് ആലിൻ്റെ ഇല ഇളകണ മാതിരി കയ്യും കാലും ഇളക്കി കളഞ്ഞ്. ഇതാണ് ഇസ്രായേൽക്കാരുടെ സ്ഥിതി. ദാവീദ് ഇതിന് അവിടെ വന്നത്? ദാവീദ് ഒരു പയ്യൻ, ജസ്റ്റ് 15 or 16 year old ബോയ്. 15 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 16 വയസ്സ്, മാക്സിമം 20 വയസ്സിന് താഴെ. ഒരു കോമളൻ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ചെറുപ്പക്കാരൻ, ഒരു യങ് ബോയ്. അപ്പൻ യുദ്ധരംഗത്ത് നിൽക്കുന്ന ചേട്ടന്മാർ അജാനവാഹുക്കൾ, യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ളവർ, യോഗ്യന്മാർ, ആയുധം എടുത്ത് പരിമാറാൻ കഴിവുള്ളവരും മികവുള്ളവരും പരിശീലനമുള്ളവരും രാജാവിൻ്റെ അംഗീകാരമുള്ളവരും സൈന്യത്തിൻ്റെ അംഗീകാരമുള്ളവരും. ഈ ചേട്ടന്മാരെ ക്ഷേമം അന്വേഷിക്കാൻ ഇച്ചിരി അപ്പമൊക്കെ കൊടുക്കാൻ വേണ്ടി ജെസ്സെ എന്ന അപ്പൻ വിട്ടതാണ്. അപ്പോഴാണ് ദാവീദ് ഈ ഒരു ആക്രോശം കേൾക്കുന്നത്. ഇത് കേട്ട ഉടനെ ദാവീദിൻ്റെ ഉള്ളിൽ നിന്നൊരു ശക്തി, ഒരു തീ ഇങ്ങനെ ആളിക്കത്തി. ഉടനെ ദാവീദ് ചോദിക്കുകയാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കാൻ ഈ അപരിചിതൻ ആരാണ്? ഇവനെ നാവ് പിടിച്ച് വലിച്ച് പുറത്തിടാൻ ഇവിടെ ആരുമില്ല എന്നാണ് ചോദിക്കുന്നത്. ആ വിധത്തിൽ ഈ ദാവീദിലൊരു ശക്തി അങ്ങ് ഉണർന്നു. നാവ് പിടിച്ച് വലിച്ച് പുറത്തുന്ന ആളുടെന്ന് അങ്ങനെ ചോദിച്ചിട്ടില്ല. അത് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പിരിറ്റ് അതാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കാൻ ഈ അപരിചിതൻ ആരാണെന്നാണ് ചോദിക്കുന്നത്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം നേരെ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇദ്ദേഹം സൗൾ രാജാവിനോട് പറഞ്ഞു, 32-ാമത്തെ വാക്യം, സൗൾ രാജാവിനോട് പറയുകയാണ്, രാജാവേ, ഞാനുണ്ട് ഇവിടെ, ഞാൻ ഇയാളെ നേരിടും, എനിക്ക് സൈന്യം വേണ്ട. അന്നത്തെ രീതി അനുസരിച്ച് അവർ ഇവിടുത്തെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇങ്ങനെയായിരിക്കും, ആ സൈന്യത്തിൽ നിന്ന് ഒരാൾ ഈ സൈന്യത്തിൽ നിന്ന് ഒരാൾ 1-to-1 ഫൈറ്റായിരിക്കും, ദ്വന്ദ്വയുദ്ധമായിരിക്കും അന്നത്തെ രീതി. ചില രീതികളുണ്ടല്ലോ ഓരോരുത്തരും, ദ്വന്ദ്വയുദ്ധം. അപ്പോൾ ഇസ്രായേൽക്കാർക്ക് ഒരാളെ വിടാം, അവർ ഗോലിയാത്തിനെ വിടും, ധൈര്യമുള്ള ഒരാളെ ചെല്ലട്ടെ, എന്നിട്ട് തോക്കുന്നവരുടെ സൈന്യം തോറ്റു എന്ന് കണക്കാക്കും. ഒരൊറ്റ മനുഷ്യനില്ല ഇതാ ഗോലിയാത്ത് വരുമ്പോൾ നേരെ ചെല്ലാനായിട്ട്. ചെന്നാൽ പൊടിയാക്കി വിടും. ആ സമയത്ത് ദാവീദ് പറയാണ്, രാജാവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ദാവീദ് ഒരു കോമളനാണ്, ഒരു യുവ ബാലനാണ്. അവനെ നോക്കിയിട്ട് രാജാവ് വളരെ നല്ല കാര്യം ഉപദേശിച്ചു. അവന് ചെറുപ്പം തൊട്ടുള്ള യുദ്ധപരിചയമുണ്ട്. നീ ഒരു ആട്ടിടയൻ, നീ ഒരു ചെറുക്കൻ, നിന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല, വേണ്ട, നീ പോകണ്ട, നിന്നെ വീണ്ടും കാണാൻ എനിക്കൊരു ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ രാജാവ് സാവൂള് ദാവീദിനെ അതാണ് 32-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. 32-ാമത്തെ വാക്യം, ദാവീദ് സാവൂളിനോട് പറഞ്ഞു, അവനെ ഓർത്ത്, ഈ മല്ലനെ ഓർത്ത് ആരും അധൈര്യപ്പെടണ്ട, അവൻ്റെ കാര്യം ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഫിലിസ്തീനോട് അങ്ങയുടെ ഈ ദാസൻ യുദ്ധം ചെയ്യാൻ പര്യാപ്തനാണ്, ഞാൻ ചെയ്തോളാം രാജാവേ എന്ന്. ഇതിൻ്റെ അർത്ഥം എന്നറിയോ? ഒരു കോൺഫിഡൻസ്, ഒരു ബലം, ഒരു ശക്തി ഈ ദാവീദിനെ എങ്ങനെ നയിക്കുകയാണ്. 10-16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് പ്രായമൊന്നും പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവരിലൂടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ ദാവീദ് ഒരു കവണയും ഒരു 5 മിനുസമുള്ള കല്ലും എടുത്ത് സഞ്ചിയിലേക്ക് ആക്കിയിട്ട് പതുക്കെ ഇങ്ങനെ പണ്ട് കുചേലൻ പോയ മാതിരി പോവുകയാണ്. അങ്ങനെ ചെല്ലുമ്പം ഈ ഗോലിയാത്ത് കണ്ടു. എന്താ നീ ഒരു വടിയായിട്ട് എന്നെ ഞാനെന്താ പട്ടിയാ എന്ന് ചോദിച്ചിട്ട് ആക്രോശിച്ചുകൊണ്ട് ചെല്ലുക. നിന്നെ ഇപ്പം തന്നെ ഞാൻ ചവച്ച് തുപ്പെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ദാവീദ് മനസ്സിലാക്കി. അപ്പോഴാണ് ദാവീദ് പറയണത്, ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. നോക്കി ആ വാക്യം വായിച്ചു നോക്കിയാൽ 45-47 വരെ ദാവീദ് പറയണ വാക്കുകൾക്കെല്ലാം പൗരുഷമുണ്ട്. എന്താ ദാവീദ് പറയണത്? ദാവീദ് പറയണത് എങ്ങനെയാണ്? 17-ാം അധ്യായം 40-47 വരെ വാക്യങ്ങൾ. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിലാണ് ഞാൻ വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിൻ്റെ തല ഞാൻ വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയും. എന്നിട്ടോ അടുത്ത വാക്യം വായിച്ചു നോക്കിയേ. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങളും ഇരയാകും. ഇസ്രായേലിൽ ബാക്കി എന്താണ് പറഞ്ഞത്? ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും, അതാണ് പ്രത്യേകം. അത് അവിടെ തൊട്ടെന്ന് വായിച്ചു നോക്കിയേ. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. അടയാളപ്പെടുത്തി വേഗത്. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. കർത്താവ് വാളും കുന്തവും ചാട്ടുകളിയും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി ഇന്ന് മനസ്സിലാക്കും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യുദ്ധത്തിൽ ഇങ്ങനെ ദാവീദ് പറയുക മാത്രമല്ല, ദാവീദ് മുന്നോട്ട് ഞങ്ങൾ നീങ്ങി. ആ സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വലിച്ച് ആ ഫിലിസ്ത്യ മല്ലൻ്റെ നേരെ വിട്ടു. ആ കല്ല് ആ ഫിലിസ്തീയ മല്ലൻ്റെ നെറ്റിയിൽ തറഞ്ഞു കയറി അദ്ദേഹം അതാ നിലം പതിച്ചു. ദാവീദിൻ്റെ കയ്യിൽ വാളുമില്ല, ഒന്നുമില്ല, ആകെ ഒരു കവണ ഒരു സ്ലിങ് മാത്രമാണുള്ളത്. എന്ത് ചെയ്തു? അദ്ദേഹം ഓടിച്ചെന്ന് ഈ ഗോലിയാത്തിൻ്റെ കയ്യിൽ വാളുണ്ട്. ആ വാളെടുത്ത് ഈ ഗോലിയാത്തിൻ്റെ കഴുത്ത് വെട്ടി അതിനെ മുറിച്ച് അതിൻ്റെ ജടയ്ക്കല്ല അതിൻ്റെ ആ ഹിപ്പിയെ പിടിച്ച് പൊക്കി വലിച്ച് അതിനെ തൂക്കിയെടുത്ത് ഇസ്രായേൽ സേനകളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇത് കണ്ടുടനെ എല്ലാവരും ഞെട്ടി, എല്ലാവരും വിസ്മയഭരിതരായി. ഇസ്രായേൽക്കാരും ഞെട്ടി,
ഫിലിസ്തീൻ ഞെട്ടി. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും വിസ്മയഭരിതരായി. ഉടനെ ഫിലിസ്തീർ എന്ത് ചെയ്തു? ഫിലിസ്തീർ ഭയന്ന് ജീവനും കൊണ്ട് കാറി വിളിച്ച് പരക്കം പാഞ്ഞോടി. ഇസ്രായേൽക്കാർ ആർത്ത് വിളിച്ച് ഇസ്രായേൽക്കാർ പിന്നാലെ ചെന്ന് ഒട്ടനവധി പേരെ കൊന്നൊടുക്കി. അങ്ങനെ മഹത്തായ ഒരു വിജയം അവിടെ ആ യുദ്ധ താഴ്വരയിൽ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഡീപ് ഫെയ്ത്ത് ഓഫ് എ യങ് മാൻ. ഒരു ചെറുപ്പക്കാരൻ്റെ ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ഒരു അനുഭവം, ഒരു യുദ്ധവിജയം ഇസ്രായേൽ ജനത്തിനും സൗൾ രാജാവിനും ലഭിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരൊറ്റ ചെറുപ്പക്കാരൻ്റെ വിശ്വാസം, ഒറ്റ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വിശ്വാസം അത് എന്തായി? ആ യുദ്ധത്തിൽ വലിയ അനുഭവമായി രൂപാന്തരപ്പെട്ടു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഡേവിഡ് ഹാഡ് നത്തിങ് ബട്ട് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദാവീദിന്റെ കയ്യിൽ വാളില്ല, കുന്തമില്ല, പിന്നെന്താ, വലിയ അത്യന്താധുനിക ഉപകരണങ്ങളൊന്നുമില്ല, യുദ്ധപരിചയമില്ല, ഒരാട്ടിടയൻ. ഡേവിഡ് ഹാഡ് നത്തിങ് ബട്ട് ഫെയ്ത്ത് ഇൻ ഗോഡ്. ജീവിക്കുന്ന ദൈവത്തിലുള്ള കറകളഞ്ഞ വിശ്വാസം മാത്രം, വേറൊന്നുമില്ല. ജീവിക്കുന്ന ദൈവത്തിലുള്ള കറകളഞ്ഞ വിശ്വാസം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന സാധനം എന്താണോ അത് എടുത്ത് ചെന്ന്, സാംസന്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ, ഒരു കഴുതയുടെ താടിയിൽ അത് മതിയായിരുന്നു, അതുകൊണ്ട് വകവരുത്തി. നത്തിങ് ബട്ട് ഫെയ്ത്ത് ഇൻ ഗാഡ്. ദൈവത്തിലുള്ള വിശ്വാസം. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾക്ക് എത്ര വില കിട്ടിയാലും വിൽക്കാൻ പാടില്ലാത്ത ചിലത് നമ്മുടെ ജീവിതത്തിലുണ്ട്. എത്ര വില കിട്ടിയാലും വിൽക്കാൻ പാടില്ലാത്ത ചില നിധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലൊന്നാണ് ഈ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ചേട്ടന്മാർ ആയുധ പരിശീലനം നേടി, ചേട്ടന്മാർ അത് പഠിച്ചു ഇത് പഠിച്ചു. എന്താ? അതിനിടയിൽ സാത്താൻ വളരെ കൗശലപൂർവ്വം ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന്, ദാവീദിൻ്റെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ആ കൃപ ദുർബലപ്പെടുത്തി കളഞ്ഞു. നമ്മുടെ കുട്ടികൾ കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, കൂട്ടുകാരുടെ കൂടുന്നു, പാർട്ടിക്ക് പോകുന്നു, ഡാൻസിന് പോകുന്നു. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇഫ് യു ആർ നോട്ട് അൺലെസ് ആൻഡ് അണ്ടിൽ യു ആർ നോട്ട് വിജിലൻ്റ് ഇനഫ്, നിങ്ങളുടെ വിശ്വാസം ക്ഷയിച്ചിരിക്കും. അവസാനം അഗസ്റ്റിൻ, നമ്മുടെ സാജു ബ്രദർ പറഞ്ഞല്ലോ, അഗസ്റ്റിൻ പറഞ്ഞ പോലെ ഇങ്ങനെ പറയുന്നത്, ഇതെല്ലാം കിട്ടിയിട്ട് ആഫ്റ്റർ ഓൾ വാട്ട് യൂസ്, ജീവിതത്തിൻ്റെ അവസാനം ഇത് തോന്നുള്ളൂ, എനിക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു, ചപ്പുചവറെല്ലാം എനിക്ക് കിട്ടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ എളിയ മകനും, ഓരോ ദൈവ പൈതലും, ഓരോ മകളും എന്ത് ചെയ്യണമെന്നറിയോ? ഈ വിശ്വാസം ഡെയിലി ഇതിൻ്റെ ശോഭ വർദ്ധിപ്പിക്കണം. ആയുധം മൂർച്ച കൂട്ടുന്നത് പോലെ യു ഹാവ് ടു ഷാർപ്പൺ യുവർ ഫെയ്ത്ത്. യു ഹാവ് ടു ബി പ്രോസ്പർ ഇൻ യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം. വിശ്വാസത്തെ മൂർച്ച കൂട്ടണം. എങ്ങനെ മൂർച്ച കൂട്ടും? ദൈവവചനം വായിക്കണം, ഡെയിലി ബൈബിൾ റീഡിങ് നടത്തണം, ഡെയിലി പ്രെയർ നടത്തണം, ഡെയിലി സാധിക്കുന്നവർ കൂദാശ ജീവിതങ്ങളിലേക്ക് പോകണം, കുമ്പസാരവും കുർബാനയൊക്കെ യോഗ്യതയോടെ നന്നായി ചെയ്യണം. ഡെയിലി ദൈവത്തെക്കുറിച്ച് മെഡിറ്റേറ്റ് ഗോഡ് ഡേ ആൻഡ് നൈറ്റ്. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കണം, വിശ്വാസത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, വചനം കേൾക്കണം, ഹോളി സ്പിരിറ്റ് ഈവനിങ്ങൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കണം, ശുശ്രൂഷകൾ കേട്ട് കൃപ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഇത് ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് അനുഗ്രഹമായി മാറും.
ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. the army of Israel, അവരുടെ നാണക്കേടിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഫെയ്ത്ത് ഓഫ് എ ലിറ്റിൽ യങ് ബോയ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ചെറുപ്പക്കാരൻ്റെ വിശ്വാസത്തിൻ്റെ കാതൽ ഉണ്ടായിരുന്നത്? ഈ ചെറുപ്പക്കാരൻ്റെ വിശ്വാസത്തിൻ്റെ കാതൽ എങ്ങനെയാണ്? ചെറുപ്പക്കാരൻ പറയുകയാണ്, ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? ഈ യുദ്ധത്തിൽ സർവ്വതരത്തിലുള്ള തിന്മകളെയും അമർച്ച ചെയ്യാനുള്ള കഴിവ് കർത്താവിനുണ്ടെന്ന് വിശ്വസിക്കണം. വിജയം തരാനുള്ള കഴിവ് കർത്താവിനുണ്ടെന്ന് വിശ്വസിക്കണം. നീ വാളും കുന്തവും ചാട്ടുളിയുമായിട്ട് എൻ്റെ നേരെ വരുന്നു, ഞാനോ ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു എന്ന് പറയാനുള്ള ധൈര്യം വേണം. അതിന് വിശ്വാസത്തിൻ്റെ ബലം വേണം. മക്കബായരുടെ പുസ്തകത്തിൽ 2-ാം പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ 2 മക്കബായർ 8-18 അവിടെ ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. സർവ്വ സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ച് പറയുകയാണ്, തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. 2 മക്കബായർ 8-ാം അധ്യായം 18-ാം തിരുലിഖിതം. ചാട്ടുളിയിലും കുന്തത്തിലും വാളിലും അല്ല ആശ്രയം, അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലുള്ള പ്രത്യാശ. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ ധ്യാനിക്കണം, ദൈവത്തിൻ്റെ അത്ഭുത ബലത്തെ അറിയണം. 1 മക്കബായറിൽ വീണ്ടും ഇതുപോലൊരു വചനമുണ്ട്. യൂദാസ് മക്കബെയൂസ് അദ്ദേഹം ഇതുപോലെ ദൈവശക്തി ധ്യാനിക്കുന്ന ഒരു തീ പൈതലാണ്. ആ തീ പൈതൽ പറയുകയാണ്, അദ്ദേഹം ശത്രുക്കളുടെ മേൽ യുവസിംഹ ഇരയുടെ മേൽ ചാടി വീഴുന്ന പോലെയാണ് അവൻ ഓരോ പ്രവർത്തികളിലും തിന്മേനെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വീര്യപ്രവൃത്തി നല്ല പവർഫുള്ളായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യനാണ് യൂദാസ് മക്കബെയൂസ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 1 മക്കബായർ 3-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങൾ. 1 മക്കബായർ 3-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങൾ. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ച് പേര് മതി. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവ ദൃഷ്ടിയിൽ അപ്രധാനമാണ്. അത് കഴുതയുടെ താടിയല്ലാണോ, അത് ഒരു കവണയാണോ, ഇതൊക്കെ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തി നമ്മുടെ കർത്താവിൽ നിന്ന് വരുന്നു, ശക്തി നമ്മുടെ ദൈവത്തിൽ നിന്ന് വരുന്നു. ദാവീദ് എന്ന് ഈ ദൈവത്തെ ഇങ്ങനെ ഓർത്തിരുന്നുണ്ടാവും, അനുഗ്രഹം ഉണ്ടായി. ശക്തി നമ്മുടെ ദൈവത്തിൽ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് റെവലേഷൻ 3:7 അവിടെ ഇങ്ങനെ പറയണത്, പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ പറ്റാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ പറ്റാത്ത അടയ്ക്കുന്നവനുമായവൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. എന്താ പറയണത്? ആർക്കും അടയ്ക്കാൻ പറ്റാത്തവണ്ണം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ പറ്റാത്ത അടയ്ക്കുന്നവനുമായ സർവശക്തനായ ദൈവം എന്നാണ് ദൈവവചനത്തിൽ കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. യൂദത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം. യൂദത്തിൻ്റെ പുസ്തകം 9:11 പറയുന്നതാണ്, ദൈവത്തിൻ്റെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപ ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപ ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അപ്പോൾ ശക്തന്മാരുടെ ബലമോ ആയുധത്തിൻ്റെ ബലമോ ഒന്നുമല്ല, വലിയ പട്ടാളത്തിൻ്റെ എണ്ണത്തിൻ്റെ ബലത്തിലല്ല ദൈവത്തിൻ്റെ വിജയം ദൈവം നമുക്ക് നൽകുന്നത്. അവിടുത്തെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപോ ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. ഈ ഒരു കാര്യം ദാവീദിന് അറിയാമായിരുന്നു. ദാവീദ് ഈ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചു. ദാവീദ് ഈ ദൈവത്തെ മുന്നിൽ കണ്ടു. ദാവീദ് ഈ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് ഇത് മതി. അത് ദാവീദിൻ്റെ ജീവിതത്തിൽ എല്ലാം. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ മഹത്തായ ശക്തിയെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാകണം. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം.
സാബു ബ്രദർ പറഞ്ഞ് ജെറമ്യായുടെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 26-27 തിരുലിഖിതങ്ങൾ. കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? കർത്താവ് ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്യം പറഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ ഈ ഒരു അനുഭവത്തിൽ ദാവീദ് നിരന്തരം നിന്നതുകൊണ്ട് പ്രതികൂലം വന്നപ്പോൾ ദാവീദിന് പതർച്ചയില്ല. ദാവീദ് ദൈവത്തിൻ്റെ ബലമാണ് മുന്നിൽ കാണുന്നത്. നമ്മൾ ഈ ഒരു കാര്യത്തെ അറിയുന്നുമില്ല, ഓർക്കുന്നുമില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. മെച്ചമായ രണ്ടാമത് ദാവീദിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ദിസ് യങ് മാൻ വാസ് പ്രിപ്പയർഡ് ടു ഗോ ഇൻ ദ നെയിം ഓഫ് ഗാഡ്. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ പുറപ്പെടാൻ അയാൾ റെഡിയായിരുന്നു. ദിസ് യങ് ബോയ്, ദിസ് യങ് മാൻ വാസ് പ്രിപ്പയർഡ്. ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് ഗാഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പുറപ്പെടാനും യുദ്ധം ചെയ്യാനും അവൻ തയ്യാറാണ്. ഹി വാസ് റെഡി ടു ബാറ്റിൽ വിത്ത് ദ എനിമി ഇൻ ദ നെയിം ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ നാമത്തിൽ പുറപ്പെടാനും എന്താണ്, ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ യുദ്ധം ചെയ്യാനും ഹി വാസ് റെഡി. അവൻ്റെ ഇതൊക്കെ കുറേ പേർക്ക് എന്താണ്, ഇതൊക്കെ അറിയാം. ഇതൊക്കെ അറിഞ്ഞ് ഈ വചനം കേട്ട് മൂടും തട്ടി അങ്ങ് ഇറങ്ങിപ്പോകുന്നു. കർത്താവ് ദുഃഖത്തോടെ അവനെ നോക്കും. നമ്മളിതൊക്കെ എത്ര തവണ കേട്ടതന്നെ മക്കളെ. എന്താ കാര്യം? എഴുതി വെക്കുക, ബുക്കടക്കി വെക്കുക, പോവുക, ഫുഡടിക്കുക, കടന്നുറങ്ങുക, വീണ്ടും എഴുന്നേൽക്കുക, കേൾക്കുക, ഫുഡടിക്കുക, കടന്നുറങ്ങുക. നല്ല വാട്ട് യൂസ് ആഫ്റ്റർ ഓൾ ദീസ്. ഇതെല്ലാം കേട്ടും കണ്ടിട്ടും എന്ത് റിസൾട്ടാണ് നിങ്ങൾ കർത്താവിന് കൊടുക്കുന്നത്? ദാവീദ് ഇത് കേട്ടു, അവൻ്റെ ഹൃദയത്തെ ബോധ്യപ്പെട്ടു, അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഹീ വാസ് റെഡി, ഹീ വാസ് പ്രിപ്പയർഡ്. ഒരു അവസരം വരുമ്പം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ, കർത്താവിനെ നാമം നിന്ദിക്കുന്ന സ്ഥലത്ത് ഹി വാസ് റെഡി ടു ടേക്ക് എ ഡിസിഷൻ. ഞാൻ അതിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, സെഹിയോൻ ധ്യാനം തുടക്കത്തിൽ, സെഹിയോൻ ധ്യാനം തുടങ്ങണമെന്ന് കർത്താവ് പറഞ്ഞു, ശക്തമായിട്ട് ആത്മാവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു കർത്താവ് റെഡി എന്ന് പറഞ്ഞു. രണ്ടാമതൊന്നും ആലോചിച്ച് നമ്മൾ തുടങ്ങിയില്ലായിരുന്നു. കാരണം അതിൻ്റെ വരുംവരായികളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിനോടനുബന്ധിച്ച് വരുന്ന ക്ലേശങ്ങളും അതിനോടനുബന്ധിച്ച് അത് വലിയൊരു യുദ്ധമാണ്. പക്ഷെ കണ്ണു അടച്ച് യെസ് ലോർഡ് ഐ ആം റെഡി, നമ്മൾ പ്രിപ്പയർഡായി, നമ്മൾ ചാടി ഇറങ്ങി. ദൈവം കൂടെ നിന്നു. യുദ്ധം കർത്താവിൻ്റേതായിരുന്നു. 25 വർഷവും കർത്താവ് ആ യുദ്ധത്തിൽ മുന്നേ നിന്നു. കൊടിയും പിടിച്ച് കർത്താവ് മുന്നേ നിന്നു അട്ടപ്പാടിയിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, PDM അഭിഷേക് സിസ്റ്റേഴ്സിൻ്റെ ഒരു ഇത് തുടങ്ങണം. യെസ് ലോർഡ് റെഡി, ചാടി പുറപ്പെട്ടു. വേറെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. ചിന്തിച്ചിരുന്നെങ്കിൽ ആരും ഇറങ്ങിയല്ല. കാരണം അതിനുള്ള വരുംവരായികൾ നിസ്സാരമല്ല. ഒരു യുദ്ധമാകുമ്പോൾ അതിൻ്റേതായ ഒരു ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിന് ശക്തിയെ കുറിച്ച് ബോധ്യപ്പെട്ടാൽ കണ്ണു അടച്ച് ചാടി ഇറങ്ങും. ഹി വാസ് പ്രിപ്പയർഡ്, ഹി വാസ് റെഡി ടു ബാറ്റിൽ വിത്ത് ഹിസ് എനിമി, ബാറ്റിൽ വിത്ത് ദ എനിമി ഓഫ് ഗാഡ്. അന്ധകാര ശക്തികളോട് പോരാടാൻ തയ്യാറായിരുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കുന്ന ആ അപരിച്ഛേദനോട് പോരാടാൻ തയ്യാറായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓരോന്ന് PDM തുടങ്ങുന്ന കാര്യം, അല്ലെങ്കിൽ അഭിഷേക് ടെലിവിഷൻ ഷോസോട് തുടങ്ങുമ്പോൾ ഏത് കാര്യം കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി കർത്താവ് ഒരു കൊടി, ഒരു 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 ഉണർത്തുപാട്ട്, ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം തരുമ്പോൾ വി ഹാവ് ടു ബി റെഡി. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ കർത്താവ് കൊടിയുമായിട്ട് പോകും. യുദ്ധം വിജയം അവർക്കുള്ളതാണ്. മൂന്നാമത്തത്, ഡേവിഡ് മെയ്ഡ് ഹിസ് ഡിസിഷൻ ടു സെർവ് ഗാഡ് അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തും കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഹി വാസ് ഹാപ്പി, ഹി വാസ് റെഡി, ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് ഗാഡ്. അവൻ ദൈവത്തെക്കുറിച്ച് അഭിമാനമുള്ളവനായിരുന്നു. അതുകൊണ്ട് ദാവീദിന് ഇതിൻ്റെ വില, ഇതിൻ്റെ ബുദ്ധിമുട്ട്, ഇതിൻ്റെ കഷ്ടം ഇതൊന്നും പരിഗണിക്കുന്നേയില്ല. ഡോണ്ട് കൗണ്ട് വെൻ യു ഗീവ് ഗോഡ്. നീ ദൈവത്തിന് കൊടുക്കുമ്പോൾ കൗണ്ട് ചെയ്ത് അതിൻ്റെ ബുദ്ധിമുട്ട് കൗണ്ട് ചെയ്ത് നീ നിൽക്കരുത്. നീ എണ്ണാതെ കൊടുക്കണം ദൈവത്തിന്.
ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാലാമത്തത്, ഹി മെയ്ഡ് ഹിസ് ഡിസിഷൻ ടു മെഡിറ്റേറ്റ് ഓൺ ഗോഡ് ഡേ ആൻഡ് നൈറ്റ്. ദാവീദിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങിയത്? ബിക്കോസ് അവൻ്റെ അതിനു മുമ്പുള്ള ജീവിതത്തിൽ എല്ലാ ദിവസവും തന്നെ, അല്ലെങ്കിൽ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും, എല്ലാ പ്രതികൂലങ്ങളിലും അനുകൂലങ്ങളിലും അവൻ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അവൻ തീരെ നിസ്സാരനായ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിച്ചുകൊണ്ടിരുന്നത്. തരണേ തരണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നിൽക്കുന്നൊരു ആധ്യാത്മികത അല്ലായിരുന്നു അവൻ്റെ ആധ്യാത്മികത. അവൻ ദൈവത്തിൻ്റെ വീര്യം ഉൾക്കൊള്ളാൻ ആഗ്രഹിച്ചിരുന്നവനാണ്. അവൻ വീര്യപ്രവർത്തികൾ ചെയ്യാൻ, വലിയ പൗരുഷ പ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവനാണ്. അവൻ അനുദിനം ദൈവത്തിൻ്റെ അനന്തശക്തി പോലെ, ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെ, ദ മജസ്റ്റി ഓഫ് ഗാഡ്, ദ മജസ്റ്റിക് ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ബലം, ദൈവത്തിൻ്റെ അത്ഭുത ശക്തി, അതിനെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജയിക്കണം, മാർക്ക് കിട്ടണം, 2 A+, 2 B+ ഒക്കെ മതി. എന്നത് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദാവീദ് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഭിക്ഷക്കാരിങ്ങനെ കാണുന്നതൊക്കെ ഇതിനകത്ത് ചാക്കിനകത്ത് എടുത്തിട്ട് ഇങ്ങനെ പുന്തോളി പിടിച്ച് നടക്കണ പോലെ അങ്ങനെയല്ല ദാവീദിൻ്റെ ജീവിതം. ദാവീദ് ദൈവത്തിൻ്റെ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഉന്നത മഹിമ, ഉന്നത മഹത്വം ചിന്തിച്ച് അവൻ നടക്കുകയാണ്. അങ്ങനെ ബൈബിൾ കണ്ട പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ, പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, പ്രഭാഷകൻ 47:8. ഇപ്പോൾ ഭാര്യ വഴക്ക് പറയും, അല്ലെങ്കിൽ വീട്ടിൽ മക്കൾ പലതും പറയും. ആ സമയത്ത് അതൊന്നും ചിന്തിച്ചിരിക്കരുത്. ദൈവത്തിൻ്റെ ഉന്നത ശക്തിയെക്കുറിച്ച് ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പനിയായിട്ട് കിടക്കുകയാണ് എല്ലാവരും, അല്ലെങ്കിൽ അവിടെ വെള്ളമില്ല, കറണ്ട് മോട്ടർ കേടുവന്ന് കിടക്കണം, നിസ്സാര കാര്യങ്ങളിൽ തട്ടി ആത്മീയ കാര്യം അതിൽ ചെതറിപ്പോകരുത്. വിലപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ എന്ത് വില കൊടുത്ത് കിട്ടിയാലും വിൽക്കരുത്. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതിൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ഇത് അവൻ്റെ ഒരു പ്രത്യേകതയാണ്. അവൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും എല്ലാ കാര്യത്തിലും ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തി ഗ്ലോറി 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 എന്ന് പറഞ്ഞ് ദൈവത്തെ കണ്ടുകൊണ്ട് നടക്കുക, ദൈവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച്, ദൈവത്തിലാണ് അവൻ്റെ ബലം, സ്വന്തം കഴിവിലല്ല. ദൈവത്തിന് 1-ാം സ്ഥാനം ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കൊടുത്തു. ഈ ദൈവം മഹാനായ ദൈവം, മഹത്തായ ശക്തിയുള്ള ദൈവമാണ്. ഈ ദൈവത്തിന് അത്ഭുത ബലമുണ്ട്. അവൻ അതിൽ ആനന്ദിച്ചു, അവൻ അത് സ്വപ്നം കണ്ടു, അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞു, എപ്പോഴും അതിനെ ഓർത്ത് ദൈവത്തിന് കൈയടിച്ചുകൊണ്ടിരുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 47:10. അങ്ങനെ മനസ്സിലാതെ ഉണ്ടായിരുന്നുകൊണ്ട് എന്താണ്, വെളുപ്പിനെ അവൻ ചാടി എഴുന്നേൽക്കും, എല്ലാവരും കടന്നുറങ്ങട്ടെ, ഇവൻ ചാടി എഴുന്നേൽക്കും. എന്നിട്ട് എന്തു ചെയ്യും, കർത്താവിന് വിശുദ്ധ നാമത്തെ പോയിരുന്ന് അങ്ങോട്ട് ഉച്ചത്തിൽ സ്തുതിക്കും. കുറേ പേര് വേണമെന്നില്ല, സംഗീതോപകരണം ഇല്ലെങ്കിൽ ചിലർക്ക് സ്തുതിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ചിലർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് സംഗീതോപകരണങ്ങൾ ധാരാളം ഉപയോഗിച്ചിരുന്നു. ചിലപ്പോൾ കാട്ടിൽ സംഗീതോപകരണം ഉപയോഗിക്കാൻ പറ്റാത്ത ആടുകളുടെ ഇടയിലുള്ള സമയം കൊണ്ടായിരിക്കാം, അപ്പോഴും ദാവീദ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചാപ്പലുണ്ടെങ്കിൽ ചിലർ പ്രാർത്ഥിക്കും, ചാപ്പലില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ചില ആളുകൾ എനിക്കറിയാം. എന്നാൽ ചാപ്പലുണ്ടെങ്കിലും ചാപ്പലില്ലെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു. കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു. ചൂടത്തും തണുപ്പത്തും പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിലാണെങ്കിലും ആടുകളുടെ ഇടയിലാണെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു. വായിച്ചു നോക്കിക്കേ 47:10. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവൻ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ, ഇത് രാജാവായതിനു ശേഷമായിരിക്കും, സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. അവൻ ദൈവത്തെക്കുറിച്ച് ഓർത്ത്, ദൈവത്തെ ആനന്ദിച്ച്, ദൈവത്തിന് വേണ്ടി സ്തുതികൾ, ദൈവത്തിന് സ്തുതിക്കാനുള്ളവരെയൊക്കെ ഏർപ്പാട് ചെയ്യുക. ഇതായിരുന്നു ദാവീദ് ചെയ്തത്. ദാവീദിൻ്റെ ആവേശം ദൈവമായിരുന്നു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം 23-ാം തിരുലിഖിതം, 119-ാം സങ്കീർത്തനം 23-ാം തിരുലിഖിതം. അവിടെ എന്താ, ഇപ്പോൾ ദാവീദിനെ കൊല്ലാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ദാവീദിനെ രാജ്യത്തു നിന്ന് പുറത്താക്കുന്നവർ, രാജാക്കന്മാർ ഒരുമിച്ച് കൂടി ദാവീദിനെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ശത്രുക്കൾ ഈ ദാവീദിനെ തലപൊക്കാൻ സമ്മതിക്കാത്ത ചില ഘട്ടങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, രാജാക്കന്മാർ ഒന്നു ചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ദൈവമേ,
അങ്ങയുടെ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ദാവീദ് ഒരു ബൈബിൾ എടുത്ത് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകും. അവർ യുദ്ധം കൂടി സഖ്യം കൂടിയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കും. അത് ദാവീദ് ഗൗനിക്കുന്നില്ല. ദാവീദിനറിയാം അവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ കർത്താവിന് ഒറ്റ സെക്കൻഡ് മതി. അതുകൊണ്ട് ദാവീദിന് സമയം അവിടെ കളയും. ദാവീദ് പറയാണ്, കർത്താവേ, രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഗൂഢാലോചന നടത്തി, അവർ സഖ്യം ചേർന്ന് അവർ എനിക്കെതിരെ ആലോചിക്കുന്നു, എനിക്കെതിരെ നീങ്ങുന്നു, നശിപ്പിക്കാൻ നോക്കുന്നു. ഞാനാകട്ടെ അങ്ങയുടെ ചട്ടങ്ങളൊക്കെ എടുത്ത് അങ്ങയുടെ വചനം എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഈ ബൈബിളൊക്കെ ഒന്ന് വായിക്കട്ടെ. അദ്ദേഹം കർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്ന് മനസ്സിലാക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അടുത്തത് എങ്ങനെയാണ്? ഹി മെയ്ഡ് എ ഡിസിഷൻ ടു ലിവ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ അദ്ദേഹം ഒരു ചെറു പ്രായത്തിൽ തന്നെ തീരുമാനമെടുത്തു. അറ്റ് ആൻ യങ് ഏജ് ഡേവിഡ് ഡിസൈഡഡ് ടു ലിവ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട് 1994, 95, 96 കാലഘട്ടത്തിലൊക്കെ പാലക്കാട് ടൗണിൽ ചെല്ലുമ്പം ചില ശുശ്രൂഷകരെ കാണുമായിരുന്നു, നമ്മുടെ മാത്യൂസും സഹോദരങ്ങളെല്ലാം. അപ്പോൾ അവർ ജോലിയിലൊക്കെ കയറി ആദ്യ കാലമാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾ പാലക്കാട് ജോലിയിലാക്കിയാണെങ്കിലും കർത്താവിന് ഒന്നാം സ്ഥാനം, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളെ കർത്താവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് അവർ ശുശ്രൂഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ആദ്യ നാളിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദാവീദ് തീരുമാനമെടുത്തു. ടു ലീവ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം ശരണപ്പെടുക. ടു ലീവ് എ ലൈഫ് ഓഫ് പ്യൂരിറ്റി. ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. ഒരു വിശുദ്ധിയുടെ ജീവിതം. ദാവീദ് പറഞ്ഞു, ഐ ആം അൻ ഇസ്രായേൽ. ഞാൻ ദൈവത്തിൻ്റെ മൈതലാണ്. എനിക്കെല്ലാം കാണാൻ പറ്റില്ല, എനിക്കെല്ലാം ഭക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല, എനിക്കെല്ലാതും സംസാരിക്കാൻ പറ്റില്ല. ഐ ഹാവ് ടു ലീവ് എ ലൈഫ് ഓഫ് പ്യൂരിറ്റി. ഐ ഹാവ് ടു ലീവ് എ ലൈഫ് ഓഫ് പ്രയർ. ഞാൻ കാണുന്ന ചെണ്ടയ്ക്ക് പുറത്ത് കോല് വെക്കുന്നിടത്തെല്ലാം പോയിട്ട് പിന്നെ വന്നിരുന്നാൽ പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റില്ലെന്ന് ദാവീദിന് അറിയായിരുന്നു. ലോകത്തിൻ്റെ എല്ലാത്തിനും പുറകെ പരക്കം പാഞ്ഞിട്ട് പിന്നെ പള്ളി മന്ദിരത്തിന് എന്ത് കാര്യം? ഈ ഞായറാഴ്ച തൊട്ട് പിറ്റേ ശനിയാഴ്ച വൈകിട്ട് വരെ ലോകത്തിൻ്റെ കാര്യങ്ങൾ ആമഗ്നനായി കടന്നിട്ട് ഞായറാഴ്ച പള്ളിക്ക് ഓടിക്കയറി ചെന്നിട്ട് എന്ത് കാര്യം? എന്ത് ആത്മീയ വളർച്ച, എന്ത് അനോയിൻറ്റിങ്, ദൈവത്തിൻ്റെ എന്ത് അനുഭവം നമുക്കുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട ദാവീദ് ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്യും. He decided to live a life of holiness, to live a life of prayer, to live a life of ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്തൊരു ജീവിതം നയിക്കാൻ അവൻ ആഗ്രഹിച്ചു. He dedicated himself to the heavenly Father, the Almighty God. ദൈവത്തിൻ്റെ സർവ്വശക്തി അറിഞ്ഞപ്പോൾ he dedicated his whole life to the Almighty God. എഴുന്നേറ്റ് വന്നേ, ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാവീദ് ചെയ്തത്, അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തു. ഹി yielded his whole life to Jesus, to heavenly Father. ദൈവത്തിന് സറണ്ടർ ചെയ്തു. ദൈവത്തിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തു. പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. വിശുദ്ധ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊടുക്കാൻ അദ്ദേഹം അവൻ്റെ ഹൃദയത്തിൽ അവൻ വലിയ സ്ഥാനം കൊടുത്തു. കർത്താവ് ഈ രാത്രി ഇന്ന് തൊട്ട് വിളിക്കുകയാണ്, നിൻ്റെ ഹൃദയത്തിൽ നീ ആർക്കാണ് ഒന്നാം സ്ഥാനം? നിൻ്റെ ഹൃദയത്തിൽ നീ ആരെയാണ് വിശ്വസിക്കുന്നത്? നിൻ്റെ ഹൃദയത്തിൽ നീ ആരെയാണ് ആശ്രയിക്കുന്നത്? നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ കർത്താവിനെ കുറിച്ച് അഭിമാനമുണ്ടോ? വാട്ട് ഈസ് യുവർ ഡിസിഷൻ? വാട്ട് ഈസ് യുവർ ഡിസിഷൻ? നീ ഇങ്ങനെ കേട്ട് മൂടും തട്ടി ഇറങ്ങി പോകാനാണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് യുവർ ഡിസിഷൻ? കരങ്ങൾ കൂപ്പി കണ്ണടച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ആർ യു റെഡി ടു yield to your God? Are you ready to surrender yourself to your heavenly Father? നീ ക്രിസ്തുവിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ക്രിസ്തുവിന് ഹൃദയം ഒന്നാം സ്ഥാനം കൊടുത്താൽ അപ്പം തന്നെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിലേക്ക് വരും. നിൻ്റെ പഴയകാല പാപങ്ങൾ പശ്ചാത്തലത്തിൽ ഉപേക്ഷിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ പറയുക, ദൈവമേ, എൻ്റെ പഴയകാല പാപങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എൻ്റെ പാപസന്തോഷങ്ങൾ, നിൻ്റെ പഴയകാല പാപസന്തോഷങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുക, കർത്താവ് എൻ്റെ എല്ലാ പാപബന്ധങ്ങളും ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കർത്താവ് കേൾക്കുന്നുണ്ട്. ഇത് ഇന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പറയാൻ പറ്റാത്തത് ഈ കൂട്ടായ്മയിൽ പറയാൻ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. നീ നിൻ്റെ ജീവിതം നീ കർത്താവിന് വേണ്ടി പൂർണ്ണമായും ഈൽഡ് ചെയ്യുന്നു, കീഴടങ്ങുന്നു. നീ കർത്താവിന് മുമ്പിൽ കീഴടങ്ങുന്നുവോ? കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാവും ഈശോയും സ്വർഗത്തിൽ നിന്ന് തന്ന വിലപ്പെട്ട കാര്യങ്ങൾക്ക് നീ വിറ്റ് കളഞ്ഞോ? ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് കളയുന്നത് പോലെ പ്രാർത്ഥനാ കൃപകൾ നീ നശിപ്പിച്ചു, വിശ്വാസത്തിൻ്റെ കൃപകൾ നശിപ്പിച്ചു, ദൈവത്തിലെ ശരണമെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു, സ്നേഹമെല്ലാം ഉപേക്ഷിച്ചു, ഹൃദയം കഠിനമാക്കി. അങ്ങനെ ദൈവത്തിലെ നല്ല നിക്ഷേപങ്ങളെല്ലാം നീ വിറ്റ് കളഞ്ഞോ? കർത്താവിനോട് എളിമയോടെ പറയുക, കർത്താവേ, അരുതായ്മയെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എല്ലാം വന്നുപോയി, ഇന്ന് ഒന്ന് പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് മറ്റൊന്നും കർത്താവ് നോക്കുന്നില്ല. കർത്താവ് ഒറ്റ കാര്യം മാത്രമേ തൻ്റെ അടുത്ത് വരുന്നവരിൽ നോക്കുന്നുള്ളൂ. നീ എന്ത് ആഗ്രഹിക്കുന്നു, നീ എന്താണ്, നീ എന്തായിരുന്നു, ഇതൊന്നും കർത്താവ് ഇപ്പോൾ ചോദിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. ഒറ്റ കാര്യമേ കർത്താവ്, നീ എന്ത് ആഗ്രഹിക്കുന്നു, ഇപ്പോൾ നീ എന്താഗ്രഹിക്കുന്നു, നീ നിൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നോ? 2 കരങ്ങൾ ഉയർത്തുക. ഇതാ ഈ സമയം യേശുവിനെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിക്കാൻ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം ഒരു കൃപ വർഷിക്കുന്നു. യേശുവിനെ ഏറ്റുപറയുന്ന അനേകരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് സ്വർഗം സൗജന്യമായി നൽകുന്നു. ഉച്ചത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നാം സ്ഥാനം, ദൈവത്തിന്റെ അത്ഭുത ശക്തി ധ്യാനിക്കാനുള്ള കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ സമൂഹത്തിലെ എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ അങ്ങനെ തിരുക്കരങ്ങളിൽ ഇതാ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണ്. ഈ രാത്രി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ പാവമാണ് കർത്താവേ, ഞാൻ എളിയവനാണ് കർത്താവേ, വഴിതെറ്റിപ്പോകുന്നവനാണ് കർത്താവേ, ക്ഷണനേരം കൊണ്ട് വീണു പോകുന്നവനാണ് കർത്താവേ, ലോകത്തിന്റെ അരൂപി കൊണ്ട് നിറഞ്ഞവനാണ് കർത്താവേ, ഒരുപാട് കുറവുകളാണുള്ളത് കർത്താവേ, നന്മയായിട്ട് ഒന്നുമില്ലെന്ന് പോലും തോന്നുകയാണ് കർത്താവേ, തെറ്റുകളും കുറ്റങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കർത്താവേ, ലോകവും സ്വയവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കർത്താവേ, സ്വാർത്ഥതയും സന്നിഷ്ടവും നിറഞ്ഞിരിക്കുകയാണ് കർത്താവേ. ഇവിടുന്ന് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു പുതിയ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഈ അവസ്ഥ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, അവിടുന്ന് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അവിടുന്ന് രാജാവും കർത്താവുമായി വരണമേ, അവിടെ എൻ്റെ ഹൃദയത്തിൽ ഭരണം നടത്താൻ വരണമേ. ഉത്ഥാനം ചെയ്ത യേശുവേ, അവിടുന്ന് രാജാവായി വരണമേ, അവിടുന്ന് കർത്താവായി വരണമേ. 2 കരങ്ങൾ ഉയർത്തി യേശുവിനെ, ഉത്ഥാനം ചെയ്ത യേശുവിനെ കണ്ട്, സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ട് ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ. മഹത്വത്തിന്റെ കർത്താവേ, ഹൃദയങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയെ രാജാവും കർത്താവുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. പാപവും പാപമാർഗങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. അവിടുന്ന് മാത്രമാണ് ഏകദൈവവും ഏക കർത്താവുമെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ അംഗീകരിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.